ഏവർക്കും പുണ്ടുജാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ മിഡ് ടേം പരീക്ഷയിലെ ഒരു ചോദ്യം നോക്കുന്ന പരിശോധിക്കാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള റോബോട്ടിക് ഫെസ്റ്റ് SVG എന്ന ഒരു ഫയൽ തുറന്നതിന് ശേഷം ഈ ആവശ്യമായ തരത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ടെക്സ്റ്റ് ചേർക്കണം, അതുപോലെ തന്നെ ഓളർ ഇൻവൈറ്റഡ് എന്നുള്ളത് ചേർക്കണം, അതിന് ഒരു ഫോണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ മറ്റെല്ലാ ടെക്സ്റ്റുകളും തന്നെ സാൻസ് സെരീഫ് എന്ന ഫോണ്ട് ഉപയോഗിക്കണം. അതിനുശേഷം അത് രജിസ്റ്റർ നമ്പർ _ റോബോട്ടിക് ഫെസ്റ്റ് എന്ന ഫയൽ നാമം നൽകിക്കൊണ്ട് സേവ് ചെയ്യാനായിട്ടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ റോബോട്ടിക് ഫെസ്റ്റ് SVG എന്നൊരു ഫയൽ നമുക്ക് ഇങ്ക്സ്കേപ്പിൽ തുറക്കണം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഫയൽ തുറക്കാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുറക്കാം. ഇതിൽ നമുക്കിപ്പോൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആക്കിക്കൊണ്ടിട്ടാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതിലെ ഫയൽ ഓപ്പൺ എന്നുള്ളത് വഴി ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടല്ല. ന്യൂ ഡോക്യുമെൻറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫയൽ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിനുള്ളിൽ നൽകിയിരിക്കുന്ന എക്സാം 10 ഡോക്യുമെൻറ്റ്സിനുള്ളിലുള്ള ഈ റോബോട്ടിക് ഫെസ്റ്റ് SVG എന്നൊരു ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഒരു ഫയൽ ഓപ്പണായി വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള ഈ ഒരു എംബ്ലം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എംബ്ലത്തിൽ തന്നെ ക്ലിക്ക്ഡ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നീങ്ങിപ്പോവുക. പിന്നെ ഈ ആരോഗ്യം ഉപയോഗിച്ച് നമുക്കതിനെ കുറച്ചുകൂടി കൺട്രോൾഡായിട്ട് നീക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ എംബ്ലത്തിൻ്റെ ബാക്കിലേക്ക് ഒന്ന് സൂം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും കാണാം. ഇനി ഇത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർക്കിൾ ചേർക്കണം. അതിനുവേണ്ടി നമുക്ക് സർക്കിൾ ടൂൾ എടുക്കുകയാണ്. സർക്കിൾ ടൂൾ എടുത്തുകൊണ്ട് സർക്കിൾ ടൂൾ വരയ്ക്കുന്നു. നമുക്കതിൻ്റെ കളറ് ഈ ഒരു കളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഒരു ഡാർക്ക് യെല്ലോ കൊടുത്തു. ഇനി ഇത് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിലെ ലോവർ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റുകളെ ഒന്ന് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണ്ട് ഒന്ന് നമുക്ക് മാറ്റണം. ഇതിൻ്റെ ഫോണ്ട് ലിബറേഷൻ സെരീഫ് എന്നത് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നു. ഇനി ഇത് നമുക്ക് മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൊടുക്കേണ്ട ഫോണ്ടിൻ്റെ പേര് ലിബറേഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിബറേഷൻ സെരീഫ് എന്ന് കിട്ടുന്നു. ഇനി ഇതിലെ റോബോട്ടിക് ഫെസ്റ്റ് എന്നുള്ള ഈ ഒരു ഹെഡിങ് കുറേ കൂടി ബോൾഡ് ആക്കിയിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബോൾഡ് ആക്കുന്നു. അതിൻ്റെ സൈസ് നമുക്കൊന്ന് വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഈ ഒരു സൈസിലേക്ക് കൊടുത്തു. ഇനി അതിൻ്റെ കളർ നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. പിന്നെ ഫെസ്റ്റ് എന്നുള്ളത് രണ്ടാമത്തെ ലൈനിലാണ്. അതുപോലെ ഈ കൊടുത്തിരിക്കുന്നതും ബോൾഡ് ആക്കാം. അതിന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോർമൽ എന്നുള്ളത് മാറ്റി ബോൾഡിലേക്ക് മാറ്റാം. ഇനി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡിലീറ്റ് കീ അടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഓരോ സ്പേസ് ഇല്ലാതെ കിട്ടുന്നതാണ്. ഇനി ഇത് സെൻറ്റർ അലൈൻ ചെയ്യാം. സെൻറ്റർ അലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിന് വീണ്ടും എല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അലൈൻ എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ ഇതിൽ സെൻറ്റർ അലൈൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ സെൻറ്ററായിട്ട് വരുന്നു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഓൾ ആർ ഇൻവൈറ്റഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജിന് അതിന് വീണ്ടും നമ്മൾ ഈ ടെക്സ്റ്റ് ടൂളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഓൾ ആർ ഇൻവൈറ്റഡ് എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. അതും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോണ്ട് എന്നുള്ള ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ബെറ്റർ ഗ്രേഡ് എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള വലിപ്പം വ്യത്യാസം വരുത്താം. അതിന് ഒരു റോസ് കളറാണ് അവിടെ കൊടുത്തിരിക്കുന്ന. ഒരു റോസ് കളറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അവസാനിക്കുകയാണ്. ഇനി ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയലിലെ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം പേജ് ആണെന്ന് ഉറപ്പുവരുത്തി എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോമിനുള്ളിലുള്ള എക്സാം 10 പ്രോഡക്ട്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ റോബോട്ടിക് എക്സ്പോ എന്ന് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. PNG ഫയലായിക്കൊണ്ടാണ് ഇത് സേവ് ചെയ്യുന്നതോടുകൂടി ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.